ആരോപിക്കുന്നത് എങ്കിൽ നിങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ഫോബിക്കായിട്ടുള്ള വർത്തമാനങ്ങളും വാർത്തകളുമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ഇനിയും നിങ്ങൾക്ക് KT ജലീലിന് കേരള യാത്രയിൽ മുസല്ല വിരിച്ചു കൊടുത്തുകൊണ്ടും തലശ്ശേരിയിൽ കള്ളുഷാപ്പിൽ കൊല ചെയ്യപ്പെട്ട കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിൽ പള്ളിക്ക് കാവൽ നിന്നതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് അത്തരം ജിമ്മിക്കുകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന് ശേഷമാണ് നിങ്ങൾ വ്യാപകമായി മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ നിഷ്ഠൂരമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെ മൊത്തം കുത്തക ഞങ്ങളാണ് എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പന്തിരിക്കരയിൽ ഈ പരിസര പ്രദേശത്ത് കേരളത്തിന്റെ മണ്ണില് മതനിരപേക്ഷതയുണ്ടാക്കിയത് EMSന്റെ പ്രസംഗമല്ല, EK നായരുടെ പ്രസംഗമല്ല, പിണറായി വിജയന്റെ ലേഖനമല്ല, VS അച്യുതാനന്ദന്റെ ഏതെങ്കിലും വർത്തമാനങ്ങളല്ല, ദേശാഭിമാനിയല്ല, യുവധാരയല്ല, ചിന്തയല്ല, മറിച്ച് അത് ഈ നാടിന്റെ സംസ്കാരമാണ്. നാം നൂറ്റാണ്ടുകളായി ജീവിച്ചു തീർത്ത സംസ്കാരത്തിന്റെ പേരാണ് മതനിരപേക്ഷത എന്നത്. ജനങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും സ്വാന്തനപ്പെടുത്തിയും പരസ്പരം താങ്ങി നിർത്തിയും ആശ്രയിച്ചും ജീവിച്ചും രൂപപ്പെടുത്തിയ സംസ്കാരത്തിന്റെ പേരാണ് മതനിരപേക്ഷത എന്നത്. അത് സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ സംഭാവനയല്ല, അത് CP കൃഷ്ണൻ പിള്ളയുടെ സംഭാവനയല്ല, അത് AKജിയുടെ സംഭാവനയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മതനിരപേക്ഷതയുടെ ആളുകൾ ആരാണ്, മതഭീകരവാദത്തിന്റെ ആളുകൾ ആരാണ് എന്ന് മുദ്രയടിക്കാൻ വേണ്ടി മോഹനൻ മാസ്റ്ററിനെ പോലെയുള്ള ഒരാൾ സംസാരിക്കുമ്പോ അങ്ങ് നാദാപുരത്ത് ഷിബിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ നൂറുകണക്കിന് മുസ്ലിം വീടുകൾ, ആ വീടുകളിൽ എല്ലാ വിഭാഗത്തിന്റെയും വീടുകൾ ഉണ്ടായിരുന്നു. അത്രയും ശക്തമായിട്ട് വീടുകൾ തകർത്തു തരിപ്പണമാക്കിയ ഒരു ദിവസം മുഴുവനെടുത്ത് നൂറുകണക്കിന് വീടുകൾ തകർത്ത ആളുകളാണ് ഇവിടെ സൗഹാർദ്ദത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോഹനൻ മാസ്റ്ററിന്റെ സർട്ടിഫിക്കറ്റും സഖാവ് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റിനും KT ജലീലിന്റെ സർട്ടിഫിക്കറ്റിനും റിയാസിന്റെ സർട്ടിഫിക്കറ്റിനുമൊന്നും നാലണ വില കടക്കാത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു വരേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് കാവൽ നിൽക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ